പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാഥ് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ സഹകാരികൾക്കും ഇതിൻ്റെ ഉപകാരികൾക്കും ഒപ്പം തന്നെ ഈ ആലയത്തിലെ ശുശ്രൂഷകരായിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. ഒപ്പം തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനവും അതിൻ്റെ ധ്യാനവും അതിൻ്റെ ചിന്തയും സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള പദ്ധതികൾ നോക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു കാര്യം, യൂദാസ് കറിയോത്തായിൽ പിശാച് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം തോന്നിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ 13-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 13:2 അത് നമ്മൾ വായിക്കുന്നെങ്കിൽ 13:27 അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയാണല്ലോ ആ പെസഹ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കാണ് അന്ന് അപ്പകഷ്ണം എന്ന് പറയുന്ന ആ അത്താഴം പെസഹായുടെ ഓർമ്മയിൽ ആ അപ്പകഷ്ണം യേശു വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. യൂദാസിൻ്റെ വായിലേക്ക് വച്ചപ്പോൾ അതിലൂടെ ആ സമയത്ത് തന്നെ സാത്താനും പ്രവേശിച്ചു എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ്, പെസഹ കുർബാന അനുഭവിക്കുന്നവരാണ്. ഒപ്പം തന്നെ നമ്മൾ വലിയ ഭക്തന്മാരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, സുവിശേഷ പ്രഘോഷകരാണ്. എല്ലാ മേഖലകളിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണെന്നൊക്കെ സത്യമായിരിക്കും തന്നെ. ഈ ദ്രവ്യാഗ്രഹം മൂലം നമുക്ക് യേശുവിനെ മഹത്വം ലോകത്തിന് വേണ്ടവണ്ണം കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെ ഞങ്ങൾ ധ്യാനിച്ചു പോരുന്ന ഓരോ ഭാഗങ്ങളെയും, ഇന്നുവരെയും ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെയും ഇനി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ധ്യാനം കിട്ടുവാൻ കർത്താവെ, ആരും ഇതിനെ ദേഷ്യത്തോടെയോ പുച്ഛത്തോടെയോ നോക്കാതെ ആത്മനിറവിൽ നോക്കുവാൻ, കർത്താവിൻ്റെ വരവ് ആസന്നമായി എന്ന് ചിന്തിച്ചുകൊണ്ട്, ഒരു പരിശുദ്ധി എന്നിൽ വേണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയെ സമീപിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നൽവരങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ മക്കളിലും ചൊരിയട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, നയിക്കണമേ, ശുശ്രൂഷ ഏറ്റെടുക്കണമേ. കർത്താവിൻ്റെ തിരക്തത്താൽ എല്ലാവരെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ശുശ്രൂഷകളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിച്ചതുപോലെ ഞങ്ങളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ച ഭാഗം, കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്, ഈ ധനം നമ്മളുടെ സ്വന്തമാണോ അല്ലെങ്കിൽ നമ്മൾ ആണോ അതിൻ്റെ ഉടമസ്ഥൻ? നമ്മളൊരു ട്രസ്റ്റ് മാത്രമല്ലയോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. 8-ാം നൂറ്റാണ്ടിലെ ഭക്തകവിയായ എഡേസായിലെ വിശുദ്ധ യാക്കോബിൻ്റെ ഒരു സുറിയാനി ഗീതം പിതാക്കന്മാർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന ചില വരികൾ നമുക്കൊന്ന് കാണാം. വിത്തിനായി വയൽ ഇങ്ങോട്ട് വരാറുണ്ടോ? ഞാനിതൊരു ചോദ്യം പോലെ, പാട്ട് പോലെയല്ല, പാടാൻ എനിക്കത് വശമില്ല, എന്നാലും ഞാൻ ആ വരികൾ ഒന്ന് പറയാം നിങ്ങളോട്. വിത്തിനായി വയൽ ഇങ്ങോട്ട് വരാറുണ്ടോ? വിത്ത് അങ്ങോട്ട് വാരി വിതറി വിതയ്ക്കുകയല്ലേ? ഈ പിതാവ് ചോദിക്കുന്നത്, ഒരു വിതക്കാരൻ്റെ അടുത്തേക്ക്, ഒരു കർഷകൻ്റെ അടുത്തേക്ക് വയൽ വരാറുണ്ടോ? വിത്ത് ചോദിച്ച്, എന്നെ നീ കൃഷി ചെയ്യണം എന്ന് പറഞ്ഞ് വരാറുണ്ടോ? മറിച്ച് വിതക്കാരൻ വിത്തുമായി അങ്ങോട്ട് വാരി വിതറി ചെയ്യുകയല്ലേ ചെയ്യുന്നതാണ്, വിതയ്ക്കുകയല്ലേ ചെയ്യുന്ന പറയും. അടുത്ത വാക്യം വായിക്കുന്നത്, വിത്തേശൻ നീ നിൻ ചാരത്ത് നിസ്വൻ വരുവാൻ നോക്കാതവരുടെ ചാരത്തെത്തി ദാനം ചെയ്യുക.
വിത്തേശൻ നീ എന്ന് പറഞ്ഞാൽ വിത്ത് കയ്യിലുള്ളവൻ, ധനം കയ്യിലുള്ളവൻ, ധനത്തെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. ധനം കയ്യിലുള്ളവൻ നിന്റെ ചാരത്ത്, നിന്റെ അടുത്ത് നിസ്വൻ പാവപ്പെട്ടവൻ വരുവാൻ നോക്കാതെ അവരുടെ അടുത്തെത്തി, ചാരത്തെത്തി ദാനം ചെയ്യുക. എന്നിട്ട് പറയുന്നു, വയറെരിയുന്നൊരു ഭിക്ഷുവിനോട് നീ ദൈവം പോറ്റും എന്ന മഹത്തര വാക്കുകളൊന്നും പറയേണ്ടപ്പോൾ. വയറെരിയുന്നൊരു ഭിക്ഷുവിനോട് നീ ദൈവം പോറ്റുമെന്ന മഹത്തര വാക്കുകളൊന്നും പറയേണ്ടപ്പോൾ. ഒരു തമാശ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് സാധാരണ ജീവിതത്തിൽ, ആളുകളുടെ ജീവിതത്തിൽ നടന്നതാണോ എന്ന് അറിയില്ല, നടക്കാൻ സാധ്യതയുണ്ട്. ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ ചെന്ന്, അമ്മ വിശക്കണു, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ നാഥ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ആരുമില്ല, ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. 2-3 പ്രാവശ്യം ചോദിച്ചു, തരല്ല. സ്ത്രീ ഉറക്കെ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭിക്ഷക്കാരൻ തിരിച്ചു നടന്ന് ഗേറ്റിന് പുറത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ ഇയാളെ വിളിച്ചു, എന്താണ്, എവിടെ പോയെന്ന് ചോദിച്ചു. ഭിക്ഷ അയച്ചു പോയതാണ്. എന്നിട്ട് എന്തു പറഞ്ഞു? അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു, അവിടെ ഒരു സഹോദരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നാ വാ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ടേ. ഭിക്ഷക്കാരൻ്റെ വിചാരം ധാരാളമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്നാണ്. തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ആ വീടിൻ്റെ ഉമ്മറത്ത് കയറിയിട്ട് അവിടെ തിരിഞ്ഞു നിന്നിട്ട് ഭിക്ഷക്കാരനോട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ, ഇത് പറയാനുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇങ്ങനെ പറയുന്ന മനുഷ്യർ ഉണ്ട് എന്നിരിക്കെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന, ഇപ്പോൾ കയ്യിലൊന്നുമില്ല, പൊയ്ക്കോ, ദൈവം തരുന്നേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അതാർക്കും പറയാൻ കഴിയുമെന്നാണ് പറയുന്നത്. വയറെരിയുന്ന ഒരു ഭിക്ഷുവിനോട് നീ ദൈവം പോറ്റുമെന്ന മഹത്തര വാക്കുകളൊന്നും പറയേണ്ടപ്പോൾ. ഞാനൊരിക്കലൊരു സ്ഥലത്ത് ഒരു സഹായം ചോദിച്ചു തന്നപ്പോൾ, അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 10-40 പേര് താമസിക്കുന്നിടത്ത് ഉച്ചയ്ക്കുള്ള അരിയില്ല. ഞാനൊരു 9 മണിക്കാകുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ എന്താവശ്യം വന്നാലും വിളിച്ചോ, വേണ്ടവണ്ണം ചെയ്യാമെന്ന്. അപ്പോൾ ഉച്ചത്തേക്ക് അരിയില്ല. ഒരു 8:30-9 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ചെല്ലുകയാണ്, അദ്ദേഹം വരുന്ന സമയം. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് ഓഫീസ് തുറന്നു. വലിയൊരു കമ്പനിയാണ്. ഓഫീസ് തുറന്നു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടി. അപ്പോൾ കണ്ടപ്പോൾ എന്നോടും കയറി വരാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ടൊക്കെയ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് വിശേഷമൊക്കെ ചോദിച്ചാൽ എന്താ പോകുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു ഇത്തിരി പൈസ തരികയാണെങ്കിൽ അരി മേടിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ഇവിടെ പാടിയോ, അയ്യോ ആകെ ഒരു പ്രശ്നത്തിലാണ്. ഇന്ന് ഞാൻ വീട്ടിൽ പുള്ളിക്കാരത്തിയായിട്ട് ഉടക്കിയ പോകുന്നേക്കൾ. വീടിൻ്റെ ഫ്രണ്ട് കതക് ആകെ പൊളിഞ്ഞിരിക്കുക, ചേർത്ത് അടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. പുള്ളിക്കാരത്തി എന്നോട് ഈ കതകൊന്ന് മാറാൻ പറഞ്ഞ് ഒരു മാസത്തിൽ ചെല്ലാനായി പുറകെ നടക്കും. ഒരു പൈസയില്ല. അപ്പം ഞാൻ അതുമായിട്ട് തൊടാൻ പോയാൽ, ഇപ്പോൾ ഞാൻ അതിലേക്ക് തൊടാൻ പോയാൽ ഒരു 25,000 രൂപയെങ്കിലും വേണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം, 10-25 വർഷം മുമ്പ് പറഞ്ഞ കാര്യം. ഇന്ന് അതിനേക്കാളൊക്കെ ഒരുപാട് മാറ്റം വരും. എല്ലാം ഒരു ബുദ്ധിമുട്ടിലാണ്. നമുക്ക് പിന്നൊരു ദിവസം എന്തെങ്കിലും ചെയ്യാം, ചേട്ടൻ അതിൽ വരാം, ഇപ്പോൾ പോയിക്കോ, ദൈവം നടത്തിക്കോളൂന്നേ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ എന്ന് പറയുകയാണ്. എനിക്കറിയാം, ഞാനതിനെ വിധിക്കുകയല്ല.
എനിക്കറിയാം ആ സഹോദരൻ ആരോട് ചോദിച്ചാലും സാമ്പത്തികമായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 10 കിലോ അരി മേടിച്ച് തരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ എവിടെയെങ്കിലും ഒരു കടയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ കിട്ടാതെ വരില്ല. പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്യാവശ്യം ചെലവിന് നടന്നു പോകുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതി ആ ദിവസങ്ങളിൽ ആ മാസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ വരുമാനം വെച്ച് കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വയറെരിയുന്ന ഒരു ഭിക്ഷുവിനോട് നീ ദൈവം പോറ്റും എന്ന മഹത്തര വാക്കുകളൊന്നും പറയേണ്ടപ്പം ആരാണ് അവനെ പോറ്റുന്നതെന്ന് നീ അറിയുന്നതിലും അധികം അറിവ് അവനുണ്ടെന്ന് ഓർക്കുക ധനിക നീ എന്ന് യാക്കോബ് പിതാവ് പറയുകയാണ്. വയറെരിയുന്നൊരു ഭിക്ഷുവിനോട് നീ ദൈവം പോറ്റുമെന്ന മഹത്തര വാക്കുകളൊന്നും പറയേണ്ടപ്പോൾ ആരാണ് അവനെ പോറ്റുന്നതെന്ന് നിന്നിലും അധികം അറിവുണ്ടവനെന്ന് ഓർക്കുക ധനിക നീ. ഹല്ലേലൂയ. അത് ഓരോ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കുക. അവനെ ഇലട്ടും പൈതാഹങ്ങൾ തീർക്കുക മുന്നം പിന്നീട് ഓതാം വേദാന്തങ്ങൾ അതുതാൻ രമ്യം. അവനെ അലട്ടും പൈതാഹങ്ങൾ തീർക്കുക മുന്നം പിന്നീട് ഓതാം വേദാന്തങ്ങൾ അതുതാൻ രമ്യം. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ പിതാക്കന്മാരെ ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ സെയിൻറ്റ് എഫ്രേമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ നോമ്പ് കാലത്ത്, കൊല്ലുന്നൊരു നഞ്ചായവയാം വെള്ളികൾ പൊന്നും നേടരുത്, നല്ലന് നിന്നിൽ പ്രീതി വരാൻ നല്ലുപദേശം നേടുക നീ. കൊല്ലുന്നൊരു നഞ്ചായവയാം വെള്ളികൾ പൊന്നും നേടരുത്. ഇവിടെ യൂദാസ് അവനെ കൊല്ലുന്ന വെള്ളിക്കാശാണ് നേടിയത്. അവൻ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി 30 വെള്ളിക്കാശ് വാങ്ങി. തൻ്റെ ഗുരു ഈ സമൂഹത്തോട് കാണിച്ച ദയയും ഈ സമൂഹത്തോട് കാണിച്ച സ്നേഹവും തൻ്റെ ഗുരുവിലില്ലാത്ത ദ്രവ്യാഗ്രഹവും എനിക്കെന്തിനാണ്, തൻ്റെ ഗുരു ഈ സമൂഹത്തോട് കാണിച്ച സ്നേഹവും കരുണയും കരുതലും സൂക്ഷിക്കേണ്ടവനല്ലേ ഞാൻ എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലല്ലേ അവൻ പെരുമാറേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള മറ്റ് ശിഷ്യന്മാർ പറഞ്ഞത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സുന്ദരഗോപുര കവാടത്തിങ്ങളിരിക്കുന്ന അമ്മയുടെ ഉദരം മുതലേ മുടന്തനായിരുന്ന ഒരു ഭിക്ഷക്കാരൻ പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് സുനഗോഗിലേക്ക് പോകുമ്പോൾ വല്ലതും കേട്ടുവന്ന് വിചാരിച്ചവൻ കൈ നീട്ടി. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ പൊന്നോ വെള്ളിയോ ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവൻ്റെ കണങ്കാലും നരിയാണി ഉറച്ചു. അതിലൂടെ പ്രിയപ്പെട്ടവരെന്താ മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസിൻ്റെ കയ്യിലും യോഹന്നാൻ്റെ കയ്യിലും ഒരു 10 പൈസ ഭിക്ഷ കൊടുക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഒന്നുണ്ട് അവർക്ക്, ഇനി മുതൽ ആ മനുഷ്യൻ ഭിക്ഷയാചിക്കാതെ ഒരു ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യുവാനുള്ള ശക്തി അവന് കിട്ടുന്നതിന് വേണ്ടി അവൻ്റെ ശരീരത്തെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ മതിക്കുന്നുണ്ട്. പല സഹായങ്ങൾ കൊണ്ടും ജീവിക്കുന്ന പല ആളുകൾക്കും പലപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഈ മറ്റുള്ളവരുടെ സഹായം കിട്ടി ജീവിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു തൊഴിലിനുള്ള ഒരു വക കാണിച്ചു തരുമായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ചില സഹായിക്കുന്ന സംഘടനകളോട് പറഞ്ഞിട്ടുണ്ട്. ചിലരെ നിത്യമായി സഹായിക്കുന്ന ചില വ്യക്തികളെ കാണിച്ചിട്ട് എന്നെ പറയും അവിടെ നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ചിലരെന്നെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്, അവർക്ക് കുറച്ച് പൈസ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്ന് പറയുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് എന്നെ കൊണ്ടുപോയ ആളുകളോട് ഞാൻ പറയാറുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിച്ചിട്ട്
അങ്ങനെ ചെയ്തു കൊടുക്കുകയായിരിക്കും നല്ലത്. കാരണം ഒരു മനുഷ്യൻ്റെ അഭിമാനം ഭിക്ഷയെടുത്ത് നടക്കുക എന്നുള്ളത് ഒരു അഭിമാനമായ കാര്യമല്ലോ. അല്ലെങ്കിൽ ഒരാളോട് എന്നും ഇങ്ങനെ സഹായം ചോദിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സഹായം എന്നും കൊണ്ടുപോയി കൊടുക്കുക, അത് അദ്ദേഹത്തിന് അതിൻ്റെ മക്കൾക്കൊക്കെ എന്നൊരു അന്തസ്സായ ഒരു കാര്യമല്ലോ. നമ്മളതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വീകരിക്കുന്നവൻ്റെ അന്തസ്സും കൂടി ഒന്ന് മാനിക്കേണ്ട ആവശ്യമില്ലേ എന്ന് ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യുകയും അത്തരത്തിൽ ചിലരെയൊക്കെ ഒരു സ്വയം പര്യാപ്തിയിലേക്ക് എത്തിക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ പോരാം. നമുക്ക് യൂദാസ് എൻ്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കുന്നത് ആരുടെ മനസ്സിലും തോന്നിപ്പിക്കും പിശാച്. കാരണം നമ്മൾ നേരത്തെ വായിച്ചു കേട്ട ഒരു ഭാഗമുണ്ടല്ലോ, അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ, തന്നെയല്ല വെളിച്ചദൂതിൻ്റെ വേഷത്തിലും പിശാച് വരുമെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, വലിയ ബഹളത്തിലും വരാം, വലിയ ശാന്തതയിലൊക്കെ വരുമെന്ന് പറയുമ്പോൾ തോന്നിപ്പിക്കൽ എന്തായാലും ഉണ്ടാകും. പക്ഷെ അങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കൂലേ, അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ആത്മാവിനാൽ നയിക്കുന്നവൻ ആത്മാവും, ജഡത്താൽ നയിക്കുന്നവൻ ജഡവുമാകൊണ്ടാണ് പ്രിയമുള്ളവരെ അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ജഡത്താലാണോ നയിക്കപ്പെടുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ആത്മാവിലാണോ നയിക്കപ്പെടുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ച ഒരു വചനം ഒന്നും കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അനന്യാസിനോട് അപ്പോസ്തലപ്രവർത്തനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? 3-ാമത്തെ വാക്യം, പത്രോസ് ചോദിച്ചു, അനന്യാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്താണ്? ഈ പണിയെടുത്തിട്ട് കൂലി കൊടുക്കാതെ ഒളിച്ചോടുന്നവരും, കൊടുക്കുന്ന കാശ് മുതലാക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യിക്കുന്നവരും, പണ്ട് കാലത്തൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. കഞ്ഞിവെള്ളം ചോദിക്കുമ്പോൾ, പാടത്ത് പണിയെടുക്കുന്നവരൊക്കെ കഞ്ഞിവെള്ളം ചോദിക്കുമ്പോൾ കഞ്ഞിവെള്ളം പശുവിന് കൊടുത്തുപോയി പച്ചവെള്ളം കോരി കൊണ്ടുപോയി കൊടുത്തോളാൻ പറഞ്ഞുകൊണ്ട് പാത്രമൊക്കെ എടുത്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യർക്ക് ഇങ്ങനെ സമ്പത്ത് വർദ്ധിക്കുന്നത്. അങ്ങനെ പിശുക്കി ആർക്കൊന്നും കൊടുക്കാതെയും ഒക്കെ അങ്ങനെ സൂക്ഷിച്ച് വരുമ്പോഴാണല്ലോ നേരായ മാർഗത്തിലൂടെ ഉണ്ടാകൽ സാധ്യത കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഈ ഒരു പ്രേരണ സാത്താനിൽ നിന്നാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒത്തിരി നന്മകളിലേക്ക് നമ്മുടെ ഗുരുവിനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലും സമൂഹത്തിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഇവരൊരു ക്രിസ്ത്യാനികളല്ലേ എന്ന് മറ്റ് മതസ്ഥർ ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അധപ്പതിച്ച് പോകരുത്. ഇപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് പോകുന്നത്. ഈ സ്വത്തിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ ബഹളവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇതൊക്കെ ഒരു സാത്താൻ്റെ പ്രലോഭനമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമെങ്കിലും നമുക്ക് വീണ്ടെടുക്കാം. ഇതൊക്കെ സാത്താനാണ് എന്നെ ഇതിനൊക്കെ ഇതിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നയിക്കണമേ. ദുഷ്ടാത്മ സേനകളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ. നല്ലൊരു ക്രൈസ്തവ സാക്ഷ്യമുള്ളവരായി ജീവിച്ച് മരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, ഈ ചാനലിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കാൻ, മറ്റുള്ളവർക്കും കൂടി കിട്ടി നല്ലൊരു സമാധാന സന്തോഷ ജീവിതം എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ അഭിവൃദ്ധിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളുടെ പ്രയത്നം ഉണ്ടാകുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒപ്പം തന്നെ ഇവിടെ എല്ലാ മാസവും താമസിച്ചുള്ള ധ്യാനമുണ്ട്. ധ്യാനത്തിൻ്റെ ഡേറ്റുകളൊക്കെ നിങ്ങളെ സമയത്ത് അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഒരു ധ്യാനം കൂടാനൊക്കെ ദൈവം കൃപ തരട്ടെ.
പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി.